ഒരു വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. അടുക്കളയാണ്, ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചേച്ചി ഒന്ന് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കണം, എന്നിട്ടൊരു ചെറിയ കറക്കം. ഇരുട്ടായി കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ ഇരുട്ടിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോറ് നടച്ചോട്ടെ, അമ്മ നാമം ചെല്ലുക. അമ്മ ഒന്നടച്ചോട്ടെ. ഓ മൈ ഗോഡ്, നമ്മൾ ഇരുട്ടായി. സാരില്ല അല്ലേ, നിങ്ങൾക്ക് എന്നെ കാണാമല്ലോ. സ്റ്റെപ്പ് ാണ്. അപ്പം ഇങ്ങനെ ഫോൺ അടിക്കാനായിട്ട് അപ്പുറത്തിപ്പുറത്തൊന്നും വണ്ടി വരുന്നു നോക്കിയിട്ട് വേണ്ടേ നമ്മൾ പോവാൻ. അപ്പോൾ ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചല്ല, അപ്പോൾ ആദ്യമായിട്ട് വന്നുകൊണ്ട് എന്തായാലും ചേച്ചിയെ വിളിക്കാൻ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു ഡ്രൈവ് ആവും. എന്തായാലും ഇങ്ങനെ ഡ്രൈവ് ഒന്നും കൊണ്ടുപോകും. അപ്പോൾ നമുക്കിങ്ങനെ നൈറ്റ് ഡ്രൈവ് ആണെങ്കിൽ നമുക്ക് കുറച്ച് പരിമിതികളുണ്ട് കേട്ടോ. ലേറ്റ് ആവുന്നതിന് മുമ്പ് അവിടെ നിന്ന് കയറണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എവിടെ പോവാ നമ്മള് പറഞ്ഞുവിട്. ടാറ്റാ പോവാ. അപ്പോൾ ഞങ്ങൾ ചേച്ചിയെ പിക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഹൈവേയുടെ നിർമ്മാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം റോഡൊക്കെ കുറച്ച് കഴിഞ്ഞെന്നൊന്നും പറയാനായിട്ടില്ല, പകുതിയായിട്ടുള്ളൂ. അപ്പോൾ റോഡൊക്കെ കുറച്ച് ഇതുണ്ട്, എത്തിയിട്ടില്ല. അപ്പം പുറകെ കിടന്ന് അകാരണമായി നമ്മളടിച്ചതിനേക്കാളും വലിയ ഹോൺ അടിക്കുന്നുണ്ട്. അതിന് അതിൻ്റെ വക നല്ല തെറിയേക്കാം. അപ്പം അതുകൊണ്ടാണ് ഞാനൊരു വോയിസ് ഓവറാക്കി മാറ്റിയത്. വെറുതെ തെറി കേൾക്കുന്നത് എന്തിനാ? വീഡിയോയിൽ നമ്മൾ തെറി കേട്ടിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ചോദിച്ച്, ഈ വെട്ടുവിട്ടാൽ നിങ്ങൾക്ക് എന്നെ കാണാം, വീഡിയോയില്ലേ എടുക്കണേ? സമ്മതിക്കത്തില്ല. പാവാട്ടാ, കുറച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഭയങ്കര ഇറിറ്റേഷനായി ലൈറ്റ്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ചേച്ചിയെ പൊക്കിയെടുത്തു. ആ പെണ്ണ് കേറിയ ഉടനെ ഭയങ്കര തിരക്കിലാണ്. ഇവിടെ നല്ല വെട്ടമുണ്ട്, ഹോസ്പിറ്റലല്ലേ? ഇവിടെ നല്ല വെട്ടമുണ്ട്. ഹോസ്പിറ്റലായതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പൊ നമുക്ക് സൂപ്പ് കുടിച്ചിട്ട് വരാം. അങ്ങനൊക്കെ കുഴപ്പമൊന്നുമില്ല. ഞാനും എന്റെ കൊച്ചു കുഴപ്പമില്ല. ആരും പറഞ്ഞു ചേച്ചി കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ആയിരുന്നു പോയ എന്റെ ചേച്ചി ഞാൻ കണ്ടു. ഇന്ന് ദേവൂട്ടം ഭയങ്കര മുടയായിരുന്നു കേട്ടോ ചേച്ചി. ഞാൻ ഭയങ്കരമായിട്ട്, എനിക്ക് ഭയങ്കര വിഷമമായി. അവന്റെ ഒരു വിചാരം ചേച്ചി ഞാൻ പറഞ്ഞു വിടുന്ന പോലെയാണ് എന്റെ അടുത്ത് ഫീൽ ചെയ്ത് അവൻ കാണിച്ചത്. അപ്പോൾ ആദ്യേട്ടൻ ചേച്ചിയെടുത്ത് ലൈറ്റിലൊരു അപകടം ഉണ്ടായതും അവർ പോയി നോക്കിയപ്പോൾ അയാളുടെ മൂക്കിലൂടെ നല്ല ബ്ലഡ് പോകുന്ന കാര്യമൊക്കെ പറയാണ്. ഞാൻ ആ സമയത്ത് മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇച്ചിരി ഹാപ്പിയാണ് കേട്ടോ. ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സ് ആവാൻ പറ്റും. എപ്പോഴും ഒന്നുമില്ല ലൈഫിൽ, ഒരുപാട് സ്ട്രഗിൾസിനിടയിൽ വല്ലപ്പോഴും ഒക്കെ വീണ് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ കരിക്കോട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനടുത്ത് എസ് പി ഉണ്ടല്ലോ ബാങ്ക്, അവിടെ കൊല്ലമാണേ, കൊല്ലം കരിക്കോട് എസ് പിയുടെ ഓപ്പോസിറ്റ് ഒരു സൂപ്പ് കിട്ടുന്ന കടയുണ്ട്. അപ്പോൾ അവിടെ സ്പെഷ്യൽ ഉണ്ടെന്നും പറഞ്ഞ് ആദ്യമായിട്ടും ചേച്ചിക്ക്, എക്സ്പെഷ്യലി ചേച്ചിയും കൂടെ കൊണ്ട് ഞങ്ങൾ പോവുകയാണ്. നമുക്കന്നേരം അവിടെ എത്തിയിട്ട് കാണാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടിരിക്കുന്ന. നല്ല ഗട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഈ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, പോയിരിക്കാം. സൂപ്പാ, ചൂടുണ്ട്. നമുക്കൊന്ന് കുടിച്ചു നോക്കിയിട്ട് പറയാമേ. ഒന്ന് കുടിക്കാം കേട്ടോ, നിങ്ങളെ കൂടെ കാണിക്കണമല്ലോ. കൊള്ളാം, നൈസ്. അതിനോടൊപ്പം തന്നെ മുട്ടയിൽ കാന്താരി വെച്ചിട്ടുള്ള ഒരിതാണ്. നല്ല എരിവാണ്, പക്ഷെ നല്ലതാണ്. മുട്ട സൂപ്പറാണ്, കാന്താരിയാണ്, പക്ഷെ നമ്മൾ സൂക്ഷിച്ച് കഴിക്കുക കേട്ടോ. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പിന്നെ ഞങ്ങള് മുട്ട വിത്ത് കാന്താരിയും സൂപ്പും കുടിച്ചിട്ട് നല്ല അരി. അപ്പം ആദ്യമായിട്ട് പറഞ്ഞു നമുക്കൊരു തണുത്ത വെള്ളമോ എന്തെങ്കിലും മേടിച്ച് കുടിക്കാം, ജ്യൂസ്. എന്ത് ചെയ്യാനാ? നല്ല എരിവുണ്ട്, പക്ഷെ സാധനം നല്ല സൂപ്പറാണ്. കരിക്കോട് അല്ലേ അതിട്ടാ?
കരിക്കോട് അവിടെ SBIയുടെ ഓപ്പോസിറ്റ് അല്ലേ അമ്മ? അതിട്ട് ഒരു ചേട്ടനും ചേച്ചി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. റോഡൊക്കെ കുറ്റിച്ചിറ വഴിയാണ്. അപ്പോൾ റോഡൊക്കെ ഭയങ്കര ദുർഘടമാണ്. സത്യം പറഞ്ഞാൽ റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ എനിക്ക് ഇന്നത്തെ ഒരു സാധനം വളരെ സന്തോഷമായിട്ട് തോന്നും. നമുക്ക് കുട്ടിക്കാലത്തൊന്നും അതിനുള്ള ഇതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വണ്ടി ഉണ്ടായിട്ട് ഇപ്പം പോകാൻ പറ്റണു. അങ്ങനെ അല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദൈവം അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവും. നമുക്ക് പുറത്ത് പോകാനും കുറച്ച് നേരം റിലാക്സ് ആവാനും ഒക്കെ ഉള്ള ഇത് നമുക്ക് തരുന്നു. ഈശ്വരനോട് നന്ദി പറയുന്നു. എനിക്കറിയാം എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ ഡ്യൂറേഷനും കുറവാണ്. അതിന് ഒരുപാട് പരിമിതികളുണ്ട്. എങ്ങനെ വീഡിയോ എടുക്കണമെന്നറിയില്ല. പിന്നെ ഞാൻ കാണുന്നത് അതുപോലെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നു എന്നുള്ളതുള്ളൂ. ഷൂട്ട് ചെയ്യുന്ന എന്തൊക്കെ വീഡിയോ ഉണ്ടോ അതുപോലെ. ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാവും. പക്ഷേ എനിക്കറിയാം സബ്സ്ക്രൈബേഴ്സാണ് കൂടുതലും വീഡിയോസ് കാണാറുള്ളത്. ഞാൻ അവരോടൊക്കെ നന്ദി പറയുന്നു, ഒരു കുറ്റവും പറയാതെ ഈ വീഡിയോസ് ഇങ്ങനെ കാണുന്നതിന്. അപ്പോൾ പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നിട്ട് ഞാനൊരു ലൈവ് എടുക്കാൻ പോവാണ്. അതിനാണ് ഈ പൂതനത്തിൻ്റെ വേഷം. എന്തോ ഇത് ഒരുമാതിരി അങ്ങ് ഇരിക്കുന്നില്ല, ഈ പൗഡറൊന്നും അല്ല. എന്തോ ഇവിടുത്തെ എൻ്റെ ഒരു ഇത് ശരിയല്ല. അതാണ് പ്രശ്നം. ഇവിടുത്തെ ആ ഒരു സെറ്റ് ശരിയല്ല. അപ്പോൾ എന്തായാലും ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ പുറത്തൊന്നും പോകുന്ന ഒരു കൂട്ടത്തിലല്ല. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് ഞങ്ങൾ ഈ കാർ വന്നതിന് ശേഷം കുറച്ചൊക്കെ പുറത്ത് പോകുന്നുണ്ട്. ദേവി മോള് പോയി. അവളിനി എന്ന് വരും എൻ്റെ പൊട്ട് മാഞ്ഞു കേട്ടോ പിള്ളേരെ. അപ്പോൾ ഇനി എന്ന് വരുമെന്നൊന്നും അറിയില്ല. അവൾ പോയി. അപ്പോൾ എന്തായാലും അവളുണ്ടെങ്കിൽ നല്ല വൈബാണ്. കാരണം അവൾ എന്നെ പോലെയാണ്. അതായത് എല്ലാം എക്സാക്ട്ലി സെയിം. ഞങ്ങൾ അങ്ങനെ സ്വഭാവമല്ല. പക്ഷേ എൻ്റെ ഏജും അല്ല. അവൾ നല്ല യങ്ങാണ്. നമ്മളെക്കാൾ ഒരു 5-6 വയസ്സിന് ഇളയത് കുട്ടിയാണ്. പക്ഷെ അവൾ നമ്മളെല്ലാ വൈബുകളോടും അവൾ ഒത്തുപോവും. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്തിറങ്ങുന്ന അച്ഛനൊന്നും ഉള്ള സമയത്ത് നമ്മളൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പം നമുക്ക് യാത്ര ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതായത് ഛർദ്ദിൽ ഇങ്ങനെയൊക്കെയുള്ള, പക്ഷേ വണ്ടിയിലായതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ ഒരു സൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വരാൻ ഒരു നൈറ്റ് ഡ്രൈവ് ആവുമല്ലോ എന്ന് വരും. എല്ലാവരും സന്തോഷം ഈശ്വരൻ തരുന്ന ദിവസം നമുക്ക് നന്നായിട്ട് ചിലവഴിക്കാം. അപ്പോൾ നമുക്ക് ലൈവ് ഇടാൻ പോവാണ്. ലൈവ് ഇട്ടിട്ട് നമുക്ക് നാളെ വേറൊരു വീഡിയോയുമായി കാണാം. ബൈ. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ.